പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ മറ്റ് പല ജില്ലകളിൽ വെച്ച് വളരെയേറെ വളർച്ചാ സാധ്യതയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ടൂറിസം വികസനത്തിലൊക്കെ വലിയ സാധ്യതയുള്ള ഒരു ജില്ലയാണ്. അതുപോലെ തന്നെ പല വിഭാഗം തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയും കൂടിയാണ് ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴ ജില്ലയുടെ കഴിഞ്ഞ 3-4 പതിറ്റാണ്ട് കാലത്തെ അനുഭവം നമ്മൾ എടുത്താൽ എന്താ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത്? എന്ത് വികസനമാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്? വയനാട് കഴിഞ്ഞാൽ, വയനാട് പോലും ഇപ്പോൾ വളർന്നുകൊണ്ട് നിൽക്കുന്ന ജില്ലയാണെന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയായി ആലപ്പുഴ ജില്ല ഇപ്പോഴും തുടരുകയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആലപ്പുഴ ജില്ലയിലെ ടൂറിസത്തിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിലേക്ക് വന്ന ആഭ്യന്തര ടൂറിസ്റ്റുകളിൽ 3% മാത്രമാണ് ആലപ്പുഴ ജില്ലയിലേക്ക് വന്നത്. ആ 3%ത്തേക്കാൾ കൂടുതൽ ആളുകൾ എറണാകുളത്തെ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലത്ത് മാത്രം വന്നു എന്ന് പോലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസം മായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വളർച്ചാ സാധ്യതയുള്ള ഒരു ജില്ലയിൽ എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചു. അതിൻ്റെ കാര്യം പറയാൻ ഉള്ള കാരണം എന്താ? പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ UDF നിന്നും LDF നിന്നും ആലപ്പുഴയിൽ ജയിച്ചിട്ടുണ്ട്. സുശീല ഗോപാലൻ ഇവിടുന്ന് ജയിച്ചിട്ടുണ്ട്, ലോക്സഭയിലേക്ക് ജയിച്ചിട്ടുണ്ട്. നിയമസഭയിൽ നിന്ന് തോമസ് ഐസക്ക് 1-2 പ്രാവശ്യം ഇവിടെ ജയിച്ചിട്ടുണ്ട്. UDF കാര്യം എടുത്ത് നോക്കിയാൽ വക്കം പുരുഷോത്തമൻ ഇവിടുന്ന് 1-2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം VM സുധീരൻ ഇവിടുന്ന് ജയിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ ഇവിടുന്ന് ജയിച്ച് കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ആലപ്പുഴ എന്ന് പറഞ്ഞ ജില്ല ഏറ്റവും അവികസിതമായ ഒരു ജില്ലയായി തുടരുകയല്ലേ സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ആദ്യം നമ്മൾ LDF കാര്യം എടുത്താൽ സുശീല ഗോപാലൻ ജയിച്ചു. TM തോമസ് ഐസക്ക് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ജയിച്ച് 2 തവണ ധനകാര്യമന്ത്രിയായി. 10 വർഷം ആലപ്പുഴ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് പിന്നെ തോമസ് ഐസക്ക് പിന്നെ ധനകാര്യമന്ത്രിയായിട്ടാണ്. അപ്പോൾ ധനകാര്യമന്ത്രിയായിട്ട് കോൺഗ്രസ് 10 വർഷക്കാലം തോമസ് ഐസക്ക് ഇവിടുന്നുണ്ടായിരുന്നു. ഇനി UDF കാര്യം എടുത്ത് നോക്കി. വക്കം പുരുഷോത്തമൻ 2 ടേം ഇവിടുന്ന് ജയിച്ചു. 2 ടേമിൽ പിന്നെ VM സുധീരൻ ഇവിടുന്ന് ജയിച്ചു. 1 തവണ KC വേണുഗോപാൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ജയിച്ച് പിന്നെ ടൂറിസം മന്ത്രിയായിരുന്നു ആലപ്പുഴയിൽ. അതുപോലെ തന്നെ KC വേണുഗോപാൽ ലോക്സഭയിൽ നിന്ന് ജയിച്ചപ്പോൾ കേന്ദ്ര സഹമന്ത്രിയും കൂടിയായിരുന്നു വേണുഗോപാൽ. അപ്പോൾ ആ നിലയിൽ ഇടതിൻ്റെയും വലതിൻ്റെയും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടും എന്തു വികസനമാണ് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലുണ്ട്. ഏറ്റവും കുറച്ച് കാറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ ജില്ല. നമ്മൾ എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഒരു വികസനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ടൂറിസം രംഗത്തിൻ്റെ ഒന്നും മേഖലയിൽ ഒരു വികസനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി മത്സ്യത്തൊഴിലാളി മേഖല വലിയ തോതിൽ ഉള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ ഏതാണ്ട് 1.5 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട്. അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ പിന്നെ കടൽ തീരമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ പാർലമെൻറ്റ് നിയോജക മണ്ഡലം. മത്സ്യത്തൊഴിലാളികൾ ഇന്നും ദാരിദ്ര്യ തുരുത്തുകളിൽ ജീവിക്കുകയല്ലേ സുഹൃത്തുക്കളെ? ഓരോ ഇലക്ഷൻ സമയം വരുമ്പോഴും മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി വലിയ പദ്ധതികൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ നേതാക്കന്മാർ പോവുകയും പിന്നീട് 5 വർഷക്കാലം ഒന്നും സംഭവിക്കാത്ത നിലയിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യമെടുത്താലും അവരുടെ രോഗാതുരതയുടെ കാര്യമെടുത്താലും പിന്നെ അവരുടെ കടബാധ്യതയുടെ കാര്യം എടുത്താലും ഒക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ വലിയ തോതിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ജില്ലയായിട്ട് ഈ ആലപ്പുഴ ജില്ലയും ആലപ്പുഴ പാർലമെൻറ്റ് നിയോജകമണ്ഡലം കിടക്കുക. കയർ മേഖല വലിയ പ്രതിസന്ധിയല്ലേ കയർ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ ആലപ്പുഴ പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഇങ്ങനെ അവികസിതമായി കിടക്കുന്ന ഇതൊന്നും മാറണ്ടേ സുഹൃത്തുക്കളെ? എന്താണ് ഈ അവികസിതമായി കിടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച സങ്കുചിത രാഷ്ട്രീയം മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടതും വലതും ഇടതും ഇവിടെ മാറി മാറി ഭരിക്കുന്നുണ്ടല്ലേ സുഹൃത്തുക്കളെ? ഇപ്പോൾ കഴിഞ്ഞ 2019 AM ആരിഫ് എന്ന് പറഞ്ഞൊരു MP വിടുന്നു. എന്തിനു കൊള്ളാം ആ MP? എന്ത് കാര്യക്ഷമതയാണ് അയാൾക്കുള്ളത്? ഒന്നാലോചിച്ച് നോക്ക് നമ്മൾ. അപ്പോൾ ആ നിലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു രീതി, അതിനകത്തൊരു മാറ്റം വരുത്തണ്ടേ? പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ MP നടത്തുകയുള്ളൂ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ഒരു മാറ്റം വരുത്തണ്ടേ? കോൺഗ്രസിൻ്റെ കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കോൺഗ്രസ് തീരുമാനിക്കൂ എന്നുള്ള MP തീരുമാനിക്കൂ എന്നുള്ള നിലയിൽ ഒരു മാറ്റം വരുത്തണ്ടേ സുഹൃത്തുക്കളെ? അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ഇത്തവണ ശ്രമിക്കണം എന്നാണ് എനിക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മസ്തിഷ്കം ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് എങ്കിൽ അതിനു വേണ്ടി അചഞ്ചലമായി ഇടതടവില്ലാതെ ഇറങ്ങാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചാൽ എനിക്ക് കഴിയില്ല സുഹൃത്തുക്കളെ. ഇപ്പോൾ കായംകുളത്തെ ദേശീയപാതയുടെ വികസനം തന്നെ നോക്കൂ.
അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 എലിവേറ്റഡ് ഹൈവേ അവിടെ ഉണ്ടാവേണ്ടതാണ്, ഷഹീദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ. പക്ഷേ അതിന് CPM-ന് താല്പര്യമില്ല. CPM-ന് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വികസനം അവിടെ വരുന്നില്ല. ആ വികസനം ദേശീയപാതയുടെ കാര്യത്തിൽ അവിടെ വരാത്തതുകൊണ്ട് ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ഒരു അടിപ്പാത മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കാരണം എന്താ? CPM-ന് അതിനകത്ത് താല്പര്യമില്ല. അതുകൊണ്ട് CPM-ൻ്റെ ജനപ്രതികൾക്ക് അതിനകത്ത് താല്പര്യമില്ല. CPM-ന് താല്പര്യമില്ലാത്തതുകൊണ്ട് CPM-ൻ്റെ ഗവൺമെൻറ്റിന് അതിനകത്ത് താല്പര്യമില്ല. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ദുരിതം അനുഭവിക്കുകയല്ലേ. ആ ഒരു സാഹചര്യത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അചഞ്ചലമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഇടതടവില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിയുകയില്ലായിരുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് 3-4 പതിറ്റാണ്ട് കാലങ്ങളായി ഈ വലതിനും ഇടതിനും വോട്ട് ചെയ്ത് കാര്യക്ഷമതയില്ലാത്ത ജനപ്രതിനിധികളെ ഇവിടുന്ന് തിരഞ്ഞെടുത്ത് അയക്കുന്നതിന് പകരം സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കാൻ കഴിയുന്ന, ദുരിതബാധിതർക്ക് അനുകൂലമായി ചിന്തിക്കാൻ കഴിയുന്ന, തൊഴിലാളികൾക്ക് അനുകൂലമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത്തരം പ്രവർത്തനങ്ങളിൽ അചഞ്ചലമായി ഈ മണ്ഡലത്തിലെ വോട്ടർമാരോടൊപ്പം നിൽക്കാൻ സ്വയം സമർപ്പിതമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വരുന്ന ഏപ്രിൽ 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ എന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് ഈ മണ്ഡലത്തിലെ മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാരോട് ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.